Hi dear friends, welcome back to Daily Hindi with Hindi Plus. ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിൻ്റെ 10th എപ്പിസോഡിലേക്ക് 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോऑर्डिनेटर. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम सीखेंगे फ्यूचर टेंस में बनने वाले थोड़े सेंटेंसेस. ഓക്കെ, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് കുറച്ച് സെൻറ്റൻസസ്, വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. മുൻപൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്? ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളത്തിലൊക്കെ പറയും ഞാൻ നാളെ വരും, ഞാൻ പോകും, ഞാൻ ചെയ്യും, ഞാൻ കഴിക്കും, ഞാൻ കുടിക്കും, അല്ലേ, ഞാൻ ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ്. അവൻ ചെയ്യും, അവൾ ചെയ്യും, അവർ ചെയ്യും. ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം നമ്മൾ പറയാണ്, ഇപ്പോൾ ഹിന്ദിയിൽ ഞാൻ പോകും എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വരും എന്നെങ്ങനെയാണ് പറയുക? ഞാൻ വരും. मैं आऊंगी if a male, sorry if a female. मैं आऊंगी if a female. मैं आऊंगा if a male. ഓക്കെ, നമ്മൾ മേ ആവുങ്ക ഹിന്ദിയിൽ ശരിക്ക് ആന എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. നമ്മുടെ മലയാളത്തിൽ ആനയല്ല, ഹിന്ദിയിൽ ആന എന്ന് പറഞ്ഞാൽ വരിക എന്നാണ്. അപ്പം ആയേക, ഇപ്പോൾ ഇവിടെ ആയേക എന്നല്ല, ഇവിടെ ഊങ്ക, അതായത് നമ്മൾ മേം കർത്താവായിട്ട് വരുമ്പോൾ ഹിന്ദിയിൽ അങ്ങനെ ഒരു റൂൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. നിങ്ങൾ ഈ മേം പറയുന്ന സമയത്ത് ഊങ്ക, ഊങ്കി, അതായത് മെയിൽ പറയുന്ന സമയത്ത് ഊങ്ക, മേ ആവുങ്ക, ഞാൻ വരും എന്നാണ്. ഫീമെയിൽ ആണെങ്കിൽ മേ ആവുങ്കി, മേ ആവുങ്കി, ഞാൻ നാളെ വരും എന്നെങ്ങനെ പറയും? मैं कल आऊंगी, मैं कल आऊंगा मेल ആണെങ്കിൽ. ഓക്കെ, മേ കൽ ആവുങ്ക മെയിൽ ആണെങ്കിൽ മേ കൽ ആവുങ്ക എന്നാണ് പറയാ. ഫീമെയിൽ ആണെങ്കിൽ मैं कल आऊंगी, മേ കൽ ആവുങ്കി, ഞാൻ നാളെ വരും എന്നാണ്. അവൻ നാളെ വരും എന്നെങ്ങനെ പറയും? वो कल आएगा, वो कल आएगा. ഓക്കെ, വോ കൽ ആയേക, അവിടെയാണ് നമ്മൾ ഈ ആവുങ്ക ആവുങ്കി എന്നുള്ള ഒരു ഡിഫറൻറ്റ് വരുന്നത് കേട്ടോ. വോ കൽ ആയേക, വോ കൽ ആയേക, അവൻ നാളെ വരും. അവൾ നാളെ വരും എന്നെങ്ങനെ പറയും? वो कल आएगी, वो कल आएगी. വോ കൽ ആയേഗി, വോ കൽ ആയേഗി, അവൾ നാളെ വരും. അവർ നാളെ വരും എന്നെങ്ങനെ പറയും? वे कल आएंगे, वे कल आएंगे. വേ കൽ ആയെങ്കെ, അവർ നാളെ വരും. കൽ എന്ന് പറഞ്ഞാൽ നാളെ, നാളെ. വേ കൽ ആയെങ്കെ എന്ന് പറഞ്ഞാൽ അവർ നാളെ വരും. ഞങ്ങൾ നാളെ വരും എന്ന് പറയുമ്പോൾ हम कल आएंगे, हम कल आएंगे. ഹം കൽ ആയെങ്കെ, ഞങ്ങൾ നാളെ വരും എന്നാണ് പറയാം. ഓക്കെ, ഇപ്പോൾ സോ നമ്മളിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഫീമെയിൽ ആവുമ്പോൾ ആവുങ്കി, മെയിൽ ആവുമ്പോൾ ആവുങ്ക. ആൻഡ് നമ്മൾ വേറെ ആളെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അത് മെയിൽ ആണെങ്കിൽ ആയേഗ, ആൻഡ് ഫീമെയിൽ ആണെങ്കിൽ ആയേഗി. ആൻഡ് പ്ലൂറാലിറ്റി സംസാരിക്കുന്ന സമയത്താണ് ആയെങ്കെ. അത് ഹം ആയെങ്കെ, ഞങ്ങൾ വരും, അവർ വരും എന്ന് പറയുകയാണെങ്കിൽ വോ ആയെങ്കെ അല്ലെങ്കിൽ വേ ആയെങ്കെ എന്നാണ് പറയാം. സോ ആ ഊ സൗണ്ട് പിന്നെ എ സൗണ്ടാണ് വരുന്നത്. ഓക്കെ, ഊങ്ക, മേം വരുമ്പോൾ ഊങ്ക എന്നാണ് വരിക. ഫീമെയിൽ ആണെങ്കിൽ ഊങ്കി എന്നാണ് വരിക. ഓക്കെ, ഫ്യൂച്ചർ ടെൻസിലെ ആ ഒരു രീതിയിലാണ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പോകും എന്നെങ്ങനെ പറയും? മേ ജാവുങ്ക, മേ ജാവുങ്ക മെയിൽ ആണെങ്കിൽ. ഫീമെയിൽ പറയുകയാണെങ്കിൽ മേ ജാവുങ്കി, മേ ജാവുങ്കി. ഓക്കെ, മെയിൽ ആണെങ്കിൽ മേ ജാവുങ്ക എന്നാണ് പറയാ. ഫീമെയിൽ ആണെങ്കിൽ മേ ജാവുങ്കി എന്നാണ് പറയാ. അവൻ പോകും എന്ന് പറയുമ്പോൾ വോ ജായേഗ, വോ ജായേഗ. അവൾ പോകും. വോ ജായേഗി, വോ ജായേഗി. വോ ജായേഗി, അവർ പോകും. വേ ജായേങ്കെ, വേ ജായേങ്കെ. ഞങ്ങൾ പോകും. ഹം ജായേങ്കെ, ഞങ്ങൾ നാളെ പോകും. ഹം കൽ ജായേങ്കെ. ഹം കൽ ജായേങ്കെ, ഞങ്ങൾ നാളെ പോകും എന്നാണ് പറയാം. ഓക്കെ, ഞാൻ പോകില്ല, അതിന്റെ നെഗറ്റീവ് സെന്റൻസ് കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പോകില്ല എന്ന് പറയുമ്പോൾ मैं नहीं जाऊंगा ഇഫ് എ മെയിൽ, मैं नहीं जाऊंगा. ഫീമെയിൽ പറയുകയാണെങ്കിൽ मैं नहीं जाऊंगी, मैं नहीं जाऊंगी. നെഹി ആഡ് ചെയ്താൽ മതി. നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നെഹിം ആഡ് ചെയ്താൽ മതി, നമുക്ക് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് കിട്ടും. അവൻ നാളെ പോകില്ല എന്ന് പറയുമ്പോൾ वो कल नहीं जाएगा, वो कल नहीं जाएगा മെയിൽ ആകുമ്പോൾ. ഫീമെയിൽ ആണെങ്കിൽ वो कल नहीं जाएगी, वो कल नहीं जाएगी. അവൾ നാളെ പോകില്ല എന്നുള്ളത്. പോകില്ല, പോകില്ല. അവർ നാളെ പോകില്ല എന്ന് പറയുമ്പോൾ वे कल नहीं जाएंगे, वे कल नहीं जाएंगे. ഓക്കെ, വേ കൽ നെഹി ജായേങ്കെ, ഞങ്ങൾ പോകില്ല എന്ന് പറയുമ്പോൾ हम नहीं जाएंगे, ഞങ്ങൾ നാളെ പോകില്ല എന്നാണെങ്കിൽ ഹം കൽ नहीं जाएंगे. ഹം കൽ നെഹി ജായേങ്കെ എന്നാണ് പറയാം. ഓക്കെ,
ഇനി നമുക്കിപ്പോൾ ഹിന്ദിയിൽ കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ് നമ്മൾ പറയാറുണ്ട്. കാം കർണ അല്ലെ, ജോലി ചെയ്യാന്നൊക്കെ പറയാം. ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയാ? മേ കറൂങ്ക മെയിലാണെങ്കിൽ, ഫീമെയിൽ പറയുകയാണെങ്കിൽ മേ കറൂങ്കി. ഓക്കെ, മേ കരൂങ്കി. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. അതിന്റെ ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ കരൂങ്ക, കരൂങ്കി, കരേങ്കി ആ ഒരു രീതിയിലാണ് യൂസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ചെയ്യും എന്ന് പറയുമ്പോൾ മേ കരൂങ്ക എന്നാണ് പറയാ. മെയിലാണെങ്കിൽ മേ കരൂങ്ക, ഫീമെയിൽ ആണെങ്കിൽ മേ കരൂങ്കി. അവൻ ചെയ്യും എന്ന് പറയുമ്പോൾ വോ കരേഗ എന്നാണ് വരിക. വോ കരേഗ, അവൻ ചെയ്യും. ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ ഹം കരേങ്കെ. ഓക്കെ, കരേഗ സിംഗുലർ, കരേങ്കെ പ്ലൂറൽ. ഓക്കെ, അവൾ ചെയ്യും എന്ന് പറയുമ്പോഴോ വോ കരേഗി. ഓക്കെ, വോ കരേഗി ആ ഒരു രീതിയിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യുക. നന്നായിട്ട് നമ്മൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കൂടെ തന്നെ നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു ലാംഗ്വേജും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് വേണം നമ്മൾ ആ ലാംഗ്വേജ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ കൂടെ തന്നെ, അതുകൊണ്ട് തന്നെയാണ് വളരെ ഈസി ആയിട്ടുള്ള സെൻറ്റൻസസ് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം വീഡിയോസ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങളത് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ വീഡിയോസും എല്ലാ എപ്പിസോഡ്സും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇനിയും ഒരുപാട് വീഡിയോസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട്. സോ ഇതേപോലത്തെ വീഡിയോസ് കാണാനായി നമ്മൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈസിയായി ഹിന്ദി പഠിക്കണമെങ്കിൽ നമ്മൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് എല്ലാ എപ്പിസോഡ്സിൻ്റെ പ്ലേ ലിസ്റ്റ് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ക്ലിക്ക് ചെയ്തിട്ട് കാണാം. സോ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡും പിന്നെ നമ്മൾ കഴിക്കണ ആ ഒരു വേർബിനും നമ്മൾ ഖാന എന്ന് തന്നെയാണ് പറയുക. അപ്പം നിങ്ങൾ ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അവൻ കഴിക്കും, അവൾ കഴിക്കും, ഞങ്ങൾ കഴിക്കും, അവർ കഴിക്കും. പിന്നെ അങ്ങനത്തെ സെൻറ്റൻസസ് ഹിന്ദിയിൽ എങ്ങനെയാണ് പറയാമെന്ന് കോമെൻറ്റ് ഡൗൺ ചെയ്യുക. ബെസ്റ്റ് കമൻറ്റ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.